ഇറാനിൽ ഇപ്പോൾ തുടരെ തുടരെ ആക്രമണം അവിടെ ബോംബ് സ്ഫോടനങ്ങളും മറ്റും നടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ആരാണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. എന്തായാലും യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ ദീപാവലിക്ക് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് ആരാണ് ചെയ്യുന്നത്? മൊസാദാണ് എന്ന് ഇസ്രായേൽ പ്രേമികൾ പറയുന്നുണ്ട്. അത് ശരിക്കും മൊസാദിന്റെ തന്നെ പ്രവൃത്തിയാണോ? അതോ ഇനി ഈ ഇറാൻ അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികളും പിന്നെ ഹിസബുള്ളകളുമായിട്ട് അടിച്ച് പിരിഞ്ചാ? എന്താണ് കാര്യം? അവരായിട്ട് അടിച്ചു പിരിഞ്ചോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ മൊസാദ് ആണ് എന്നുള്ളതിനൊരു സ്ഥിരീകരണം വരികയും ചെയ്യുന്നുണ്ട്. മൊസാദിന്റെ പേര് ആദ്യം പറയും. ഇവിടെയൊക്കെ ഈ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇത് പ്രശ്നങ്ങൾ വരുമ്പോൾ മൊസാദിന്റെ പേര് ആദ്യമേ പറയും. അപ്പോൾ ജൂണിലായിരുന്നു 12 ദിവസത്തെ അവരുടെ ആക്രമണം, പ്രത്യാക്രമണമൊക്കെ നടന്നത്, യുദ്ധം നടന്നത്. അപ്പോൾ പിന്നീട് അത് നിലവിൽ അമേരിക്കയും ഖത്തറും ഒക്കെ ഇടപെട്ട ആ യുദ്ധം നിർത്തുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും, അതായത് ജൂലൈ 14 ഇറാനിയൻ നഗരമായിട്ടുള്ള ഖോമിൽ, അത് കുറച്ചുകൂടെ പുരാതനമായിട്ടുള്ള, അതായത് വിശ്വാസങ്ങളുടെ ആ ഒരു രീതിയിലുള്ള ഭൂമികയാണ് ഖോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വാതക ചോർച്ചയാണ് എന്നുള്ളൊരു വാദം, ആ ഉണ്ടായ സ്ഫോടനം വാതക ചോർച്ച മൂലം ഉണ്ടായതാണ് എന്നുള്ളൊരു വാദം ഉണ്ടാകുന്നുണ്ട്. ആ ആ വാദം പക്ഷേ അത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതുമല്ല. എന്നാൽ അതേസമയം ഒരു ഇസ്രായേൽ ഗവേഷകൻ മോഷെ ദയാൻ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെയും ജെറുസലേം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജി ആൻഡ് സെക്യൂരിറ്റിയിലെയും ഗവേഷകനാണ് ഡോക്ടർ ഹേ ഐറ്റൻ കോഹൻ യാനറോക്കക് എന്നാണ് പേര്. അപ്പൊ മൂപ്പര് പറയുന്നത് ഈ ആക്രമണങ്ങൾ ഉണ്ടായതൊക്കെയും മൊസാദിന്റെ ഒരു കൃത്യതയും ചടുലതയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ആക്രമണം. അതായത് ഖോമിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പിന്നീട് ടെഹ്റാൻ, കരാച്ച്, അങ്ങനെ മറ്റ് നഗരങ്ങളിൽ അത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ പ്രകടമാകുന്ന വസ്തുതകൾ, അതായത് കാര്യങ്ങൾ, ഓരോ ഇപ്പൊ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണെങ്കിൽ പോലും അറ്റാക്ക് ചെയ്യുന്നതിന് ഓരോ രീതി ഉണ്ടാവും. അവരെ അവലംബിച്ചു പോരുന്ന ഒരു മാർഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില കള്ളന്മാർ ഓട് പൊളിച്ച് ഇറങ്ങുള്ളൂ, ചിലർ അത് കുത്തിപ്പൊളിച്ചേ കയറുള്ളൂ എന്ന് പറയുന്ന അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതനുസരിച്ചിട്ടാണ്. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ നഗരങ്ങളിൽ അത്രയും എടുത്ത് നോക്കുമ്പോൾ അത് മൊസാദ് ആകാനുള്ള സാധ്യതയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്രായേലിന് അത്ര പെട്ടെന്ന് മൊസാദിനെ അവിടെ നിന്ന് തിരിച്ചു വിളിക്കാനും സാധ്യത ഇല്ല. കാരണം അവിടെ ആണവ സമ്പുഷ്ടീകരണം ഇനിയും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇട്ട് കവാടങ്ങളാണ് തകർത്തിട്ടുള്ളത്. ആ തകർക്കുന്നതിന് മുമ്പ് തന്നെ യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. കൂടാതെ അവരിലൊരു നിർഭയമായിട്ടുള്ള ഒരു രീതി കൂടിയുണ്ട്. മറുപടി പറയുന്നതിൽ ഉൾപ്പെടെ നിർഭയമായിട്ടുള്ള ഒരു രീതി കൂടിയുണ്ട്. അപ്പൊ അത് എന്തോ ഒരു ചാവേറിനുള്ള ഒരു നിർഭയത്വം, അതെ, ആ ഒരു രീതിയിലുള്ള കാര്യമുണ്ട്. അപ്പൊ അത് അമേരിക്കയും ഇസ്രായേലും അതായത് ഉറ്റുനോക്കുകയും കൂടി ചെയ്യുന്നതാണ്. കാരണം അത്രയും വലിയ ആഘാതങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് അത്രയും നിർഭയത്വത്തോടു കൂടി എങ്ങനെയാണ് തിരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാൻ കഴിയുന്നത്. ഖമനേയെല്ലാം തിരിച്ചു വന്ന് പല കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇനിയും പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ഇത് പേടിച്ച് ജീവിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതൊക്കെ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറയണം, ഇത്രയും തിരിച്ചടി കിട്ടി, ഇനിയും തിരിച്ചടി കിട്ടും എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം ഉണ്ടായിട്ടുണ്ടാകാം. അവർ മറ്റൊരു സ്പോട്ട് തന്നെ, അതായത് ഈ ഉണ്ടായിട്ടുള്ള ഈ 3 സ്പോട്ടുകളല്ലാതെ, ആണവ പ്ലാന്റും ഒക്കെ കൂടി ഉള്ളതല്ലാതെ വേറൊന്നിൽ കൂടി ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള പ്ലാനിലായിരുന്നു. ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അവിടെ ഈ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടാകാം. നമുക്ക് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവർ മാറ്റിയ 400 എത്രയോ ആണ് കിലോഗ്രാം യുറേനിയം ആണ് മാറ്റിയതെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ആ യുറേനിയം കൊണ്ട് ഇവർ വീണ്ടും
പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ ഈ പറയുന്ന ആക്രമണം ഉണ്ടാക്കിയ ഈ ഭാഗങ്ങളെല്ലാം അതായത് വാതിൽ ഭാഗം, അത് തുടക്കത്തിന്റെ അതിന്റെ മുഖഭാഗത്താണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ അവിടെ ആണവ വികിരണമൊക്കെ ഉണ്ടാകേണ്ട സാധ്യതകളുണ്ട്. എത്രയൊക്കെ കുറവാണെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു ലിമിറ്റഡ് പതിപ്പിലെങ്കിലും ആ ആണവ വികിരണം പുറത്തേക്ക് വരേണ്ടതാണല്ലോ, ഇത്രയും ഇവർ മാറ്റി എന്ന് പറയുമ്പോഴും. അപ്പോൾ അതെല്ലാം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതെല്ലാം അതിനിടയിൽ നമ്മൾ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളുണ്ട്, ഈ ആണവ പ്ലാന്റിന്റെ ഭാഗങ്ങൾ, അതിന് സമീപം മണ്ണുമാന്തി യന്ത്രങ്ങളും ബാക്കിയുള്ള കുറച്ച് യന്ത്രങ്ങളും ട്രക്കും ഒക്കെ കിടക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കും വ്യക്തമാകുന്നത് ഇറാൻ വീണ്ടും അവിടെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു തുടങ്ങി, അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംഭവിച്ചത് ട്രംപിന്റെ വിടുവായുത്തം കൊണ്ടാണ്. കാരണം ഞാൻ അമേരിക്ക നിങ്ങളെ അടിക്കണോ വേണ്ടോ എന്ന് 2 ആഴ്ച എടുക്കും തീരുമാനിക്കാൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അത് പറയുമ്പോഴാണ് 2 ആഴ്ച സമയമുണ്ട്, അതിനു മുന്നേ ഇത് മാറ്റണം എന്നുള്ള രീതിയിൽ അവർ അത്തരത്തിൽ ഈ യുറേനിയം മാറ്റിയത്. ഇവർ നിരുപാധികം കീഴടങ്ങണമെന്ന് പറഞ്ഞു, അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്രതീക്ഷിതമായി ആയിരുന്നു ഈ സ്ട്രൈക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതെ, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരത് മാറ്റിയിട്ടുണ്ടാവാൻ തന്നെയാണ്. ഒരുപക്ഷെ ഇതും മാറ്റി തുടങ്ങി എന്നുള്ള വിവരം കിട്ടിയത് കൊണ്ടായിരിക്കും ഈ 2 ആഴ്ചത്തെ സമയം പോലും കൊടുക്കാതെ പെട്ടെന്ന് കയറി അമേരിക്ക അടിച്ചിട്ടുണ്ടാവുകയും. അപ്പൊ ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്, വീണ്ടും ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറാൻ. കൂടാതെ ചൈനയിൽ നിന്ന് ചൈനീസ് നിർമ്മിത ഉപരിതല വ്യോമ മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇറാനിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് വലിയ രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവരെ ഏകോപിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവർക്കുണ്ടായ നഷ്ടം നികത്താനൊക്കെ ചൈനയുടെ ഒരു കൈ സഹായം വീണ്ടും, ഒരു പക്ഷേ പണമായിട്ടാണെങ്കിൽ കൂടി, പലതരത്തിലുള്ള കോൺട്രാക്ട് ഉണ്ട് അവിടെ, എണ്ണ വാങ്ങുന്നതൊക്കെ അവിടെ നിന്നാണ് എന്ന് പറയുമ്പോഴും ഈ രീതിയിലുള്ള ഉപകരണങ്ങൾ കൂടി, യുദ്ധോപകരണങ്ങൾ കൂടി കൊടുക്കാനുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പെട്ടെന്ന് എടുക്കുമ്പോൾ അതിന് പിന്നിലും നമ്മളൊരു ആക്രമണ സാധ്യത, ഞങ്ങൾ ഇനിയും അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുന്നുണ്ടാകാതിരിക്കാം. ഇനി റഷ്യൻ നിർമ്മിത ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവരുമായിട്ട് ടെഹ്റാന് ആയുധ ഉടമ്പടി ഉള്ളതാണ്. റഷ്യയുമായിട്ട് വന്നതായിട്ട് അറിയുന്നത് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന മൊസാദ് അവിടെ ഇറങ്ങി ഒരു ഡ്രോൺ കേന്ദ്രം തന്നെ സ്ഥാപിച്ചതിന് ശേഷമാണ് അറ്റാക്ക് നടത്തി തുടങ്ങുന്നത്. ആ ഒരു മൊസാദിനെ തിരിച്ചു വിളിക്കാനായിട്ട് ഇസ്രായേൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്രായേൽ മാത്രമല്ല, ഇറാനിൽ കഴിയാത്തതാണോ, ഇസ്രായേൽ വിളിക്കാത്തതാണ്. അത് വിളിക്കാത്തതാണ്. മാത്രമല്ല, ഇറാനിൽ പലരെയും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇത്രയും രഹസ്യാത്മകമായിട്ട് ഇവരുടെ മണ്ണിൽ ഇറങ്ങിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരെയും ഇസ്രായേൽ ചാരന്മാരാണോ എന്ന കണ്ണിലൂടെ കാണുകയും അവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ശിക്ഷാ നടപടികളിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സാഹചര്യവും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവിടെ ഇസ്രായേൽ മൊസാദിനെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇറാൻ വീണ്ടും ഈ സംഘടിക്കുന്നതിനിടയിൽ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി, അതായത് സിറിയയിൽ അടിപൊട്ടുന്നുണ്ട്. അവിടെ ഡ്രൂസ് വിഭാഗവും ഹയാത്ത് തെഹ്രീർ അൽ ഷാം HTS ബന്ധമുള്ള ബെഡൂയിൻ ഗോത്രങ്ങളും തമ്മിലുള്ള വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സുവൈദ പട്ടണമാണ്. ഡ്രൂസിനെ സംരക്ഷിക്കുമെന്നുള്ളത് ഇസ്രായേൽ പറയുന്നുണ്ട്. സിറിയയ്ക്കുള്ളിൽ അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ഒരു കടന്നുകയറ്റത്തിന് കൂടി സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇനി ഇസ്രായേലിന്റെ പടപ്പുറപ്പാട്. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിൽ അടിപൊട്ടാനുള്ള സാധ്യത വീണ്ടും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്.